ആത്മീയതയുടെ മറവിലുള്ള തട്ടിപ്പുകൾ സംസ്ഥാനത്ത് വലിയ രീതിയിൽ വർദ്ധിക്കുന്നുണ്ട്. മൂന്നാം കണ്ണ് സിദ്ധി നേടി അഭിവൃദ്ധി ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് തട്ടിപ്പ് നടത്തിയൊരു കേസാണ് സ്പോട്ട് ലൈവിന് പരിശോധിക്കുന്നത്. കണ്ണൂരിൽ 6 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. ഹിമാലയൻ മിസ്റ്റിക് തേർഡ് ഐ എന്ന ട്രസ്റ്റിനെതിരെയാണ് ആത്മീയ തട്ടിപ്പിൽ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. ഹിമാലയൻ മാസ്റ്റർ എന്ന് വിശേഷിപ്പിക്കുന്ന അഷ്റഫ് ഉയർന്ന സർക്കാർ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ 6 പേർക്കെതിരെ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പ്രപഞ്ചോർജ്ജത്തെ ഉപയോഗിച്ച് നേട്ടമുണ്ടാക്കാമെന്ന് വിശ്വസിപ്പിച്ച് കേരളത്തിലുടനീളം ട്രെയിനിങ് ക്ലാസുകൾ സംഘടിപ്പിച്ചുവെന്നും മുഖ്യമന്ത്രിക്കും DGPക്കും നൽകിയ പരാതിയിൽ പറയുന്നു. KV ബൈജു ചേരുന്നു വിവരങ്ങളുമായി. ബൈജു, പല രീതിയിലുള്ള തട്ടിപ്പ് പ്രത്യേകിച്ചും ഈ സമീപകാലത്ത് വടക്കൻ ജില്ലകൾ കേന്ദ്രീകരിച്ച്, കേരളത്തിന്റെ വടക്കൻ ജില്ലകൾ കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട്. അതിൽ ഏറ്റവും ഒടുവിലത്തേതാണ് ഈ മൂന്നാം കണ്ണ് സിദ്ധി നേടി അഭിവൃദ്ധി ഉണ്ടാക്കാം എന്ന് പറഞ്ഞുള്ള തട്ടിപ്പ്. ആരാണ് ഇതിന്റെ സൂത്രധാരൻ? കൂടുതൽ പേർക്ക് ഈ കേസിൽ പങ്കുണ്ടോ? നിരവധി ആളുകൾ ഈ തട്ടിപ്പിന് ഇരകളായിട്ടുണ്ടോ? ടോമെ, ഞെട്ടിപ്പിക്കുന്ന വസ്തുതകളാണ് ഇപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത്. അതായത് ഈ പരാതിക്കാർ പറയുന്നത് ഇത്തരത്തിൽ 12 കോടിയോളം രൂപയുടെ തട്ടിപ്പാണ് ഇവർ നടത്തിയതെന്നാണ്. നിലവിൽ ഡോക്ടർ അഷ്റഫും അതുപോലെ തന്നെ 5 പേർ, ഇത്തരത്തിൽ 6 പേരെയാണ് ഇപ്പോൾ പോലീസ് 6 പേർക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത്. ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ മൂന്നാം കണ്ണ്, അതായത് നമുക്ക് മൂന്നാം കണ്ണിലൂടെ ഇത്തരത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അത്തരത്തിലുള്ള ക്ലാസുകളാണ് തങ്ങൾ എടുക്കുന്നതെന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. ആ രീതിയിൽ മലപ്പുറം ഒഴികെ 13 ജില്ലകളിലും ഇവർ ക്ലാസുകൾ ഇത്തരത്തിൽ ഏർപ്പാടാക്കി. 13, 14,000, 15,000 രൂപയാണ് ഇവർ ഓരോ ആളുകളിൽ നിന്നും ഇത്തരത്തിൽ ഈടാക്കുന്നത്. ഇത്തരത്തിൽ ആയിരക്കണക്കിന് പേരാണ് ഈ ക്ലാസുകളിൽ പങ്കെടുക്കാനായിട്ട് എത്തുന്നത്. ഈ പ്രധാനമായും ഇയാൾ പറയുന്നത്, ഇയാൾ ഹിമാലയത്തിൽ നിന്നുള്ള 100ഓളം ഗുരുക്കന്മാർ ഇയാൾക്ക്, അഷ്റഫ് എന്ന് പറയുന്ന ആൾക്കുണ്ട്. അവരിൽ നിന്നും താൻ സിദ്ധി നേടി മൂന്നാം കണ്ണ് തുറന്ന് നമുക്ക് ഓരോ കാര്യങ്ങളും അത്തരത്തിൽ കണ്ടെത്താൻ പറ്റും. അതായത് നമ്മുടെ മനുഷ്യന്മാരുടെ എന്തൊക്കെ വീക്ക്നെസ് ഉണ്ടോ അതൊക്കെയാണ് ഇവർ മാറ്റിയെടുക്കാമെന്ന് പറയുന്നത്. അതായത് രോഗമുക്തി, അതുപോലെ സാമ്പത്തിക പ്രയാസം, ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഈ ക്ലാസ്സിൽ പങ്കെടുത്താൽ ശരിയാവുമെന്നാണ് ഇദ്ദേഹം അവകാശപ്പെട്ടതും. പക്ഷേ ക്ലാസ്സിലെത്തിയപ്പോഴാണ് ഇവർക്ക് പലർക്കും ഇതിൽ ചതി മനസ്സിലായത്. ഇത്തരത്തിലൊരു തട്ടിപ്പാണ് നടക്കുന്നതെന്ന്. പിന്നീടാണ് ഇവർ കേസുമായി മുന്നോട്ട് പോകുന്നതും. ഏതായാലും ഇപ്പോൾ നിരവധി പരാതികളാണ് ഇവർക്കെതിരെ ഉയർന്നു വന്നിട്ടുള്ളത്. നിരവധി വലിയ തോതിലുള്ള പണം ഇവർ പലരിൽ നിന്നുമായി വാങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ 12 കോടിയോളം രൂപയുടെ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്നാണ് ഈ പരാതിക്കാർ പറയുന്നത്. അത് ഒരുപക്ഷെ പോലീസ് അന്വേഷണം നീണ്ടാൽ അതിലും വലിയ തുക വരാൻ സാധ്യതയുണ്ട്. വലിയ തോതിൽ ക്ലാസുകൾ എടുത്തു. അത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. നിരവധി പേരാണ് ഈ ക്ലാസ്സിൽ പങ്കെടുക്കാനായി എത്തുന്നത് എന്ന് തന്നെയാണ്. ഇത്തരത്തിൽ തങ്ങൾക്കുണ്ടാവുന്ന പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടുന്ന ഒരു വേദി, അവിടെ 15,000 രൂപ രജിസ്ട്രേഷൻ ഫീസ് വാങ്ങി അവിടെ എത്തും. അതായത് തേർഡ് ഐ ട്രസ്റ്റ് എന്ന് തന്നെയാണ് ഈ ട്രസ്റ്റിന്റെയും പേരും. എന്തായാലും ഈ വടക്കൻ ജില്ലകളിൽ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ഈ ജിന്നുമ്പ, നമുക്കറിയാം കാസർകോട്ടെ നിരവധി വാർത്തകളാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്തത്. വലിയ തോതിലുള്ള മന്ത്രവാദത്തിലൂടെ ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തിയ ഒരു കഥ. അതിൽ ഏറ്റവും പ്രധാനം സാമ്പത്തികമായി വലിയ തോതിൽ ഉന്നതരായുള്ളവരാണ് ഈ കേസിലൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നതാണ്. ഏതായാലും ഈ നിലവിൽ ഇപ്പോൾ ഈ കണ്ണൂർ രജിസ്റ്റർ ചെയ്ത കേസിൽ സാധാരണക്കാരായ ആളുകളാണ് കൂടുതലും വീണിട്ടുള്ളത്. ഇത്തരത്തിൽ സാമ്പത്തികമായി വലിയ നിലയിലുള്ളവരെയാണ് ഇതുപോലുള്ള തട്ടിപ്പ് സംഘങ്ങൾ ആത്മീയതയുടെ പേര് പറഞ്ഞ് പണം തട്ടിയെടുക്കുന്നത്. ബൈജു നേരത്തെ സൂചിപ്പിച്ചതുപോലെ കാസർകോട്ടെ ജിന്നുമ്മ, ഏറ്റവും ഒടുവിൽ ഈ മൂന്നാം കണ്ണ് തട്ടിപ്പ്. ഈ കണ്ണൂർ, കാസർഗോഡ് ആ പരിസരങ്ങളിലുള്ള ജില്ലകളിൽ മാത്രമാണോ ഇയാൾ ഈ തട്ടിപ്പ് നടത്തിയിരുന്നത്, അതോ സംസ്ഥാനത്തെ മറ്റ് പലയിടങ്ങളിലും തട്ടിപ്പിന് ശ്രമിച്ചിരുന്നോ? ടോമെ, അതായത് മലപ്പുറം ഒഴികെ 13 ജില്ലകളിലും ഇവർ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്നാണ് പരാതിക്കാർ പറയുന്നത്. ഇത്തരത്തിൽ ക്ലാസുകൾ സംഘടിപ്പിച്ച് നിരവധി പേരിൽ നിന്നും രജിസ്ട്രേഷൻ ഫീസായി വലിയ തുക ഇത്തരത്തിൽ ഈടാക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഈ പരാതിക്കാർ പറയുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച് പോലീസ് അന്വേഷണം ഇപ്പോൾ ഊർജിതമാക്കിയിട്ടുണ്ട്. പോലീസ് ഇത് സംബന്ധിച്ച് ഇവർക്കെതിരെ 6 പേർക്കെതിരെ, അതായത് ഡോക്ടർ അഷ്റഫ് ഉൾപ്പെടെ 6 പേർക്കെതിരെ പോലീസ് കേസും എടുത്തിട്ടുണ്ട്. ഇതിന്റെ പ്രാഥമിക ഘട്ടം പോലീസ് അന്വേഷണം നടന്നു വരുന്നേ ഉള്ളൂ. ഏതായാലും വരും ദിവസങ്ങളിൽ ഇതിന്റെ വ്യാപ്തി മനസ്സിലാക്കാൻ സാധിക്കും. മറ്റേതെങ്കിലും തരത്തിലുള്ള തട്ടിപ്പ് നടത്തിയിട്ടുണ്ടോ? ഇതൊക്കെ ഈ നിലവിൽ ആത്മീയതയുടെ മറവിലാണ് ഈ വലിയ തട്ടിപ്പ് നടത്തിയിട്ടുള്ളത്. അത് ഇത്തരത്തിൽ ഇതിൽ സാധാരണക്കാരും ഉണ്ട്. എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിൽ മന്ത്രവാദവും ഇത്തരം പണം ഇരട്ടിപ്പിക്കാമെന്നും സ്വർണം ഇരട്ടിപ്പിക്കാമെന്നും പറഞ്ഞൊക്കെ വലിയ തട്ടിപ്പുകൾ നടക്കുന്നു. അതിലൊക്കെ ഉന്നതരായ ആളുകളും ഉൾപ്പെട്ടിട്ടുണ്ട്. പ്രധാന
പ്രധാനമായും ഇവർ ഇത്തരത്തിലുള്ള ആളെ പിടിക്കുന്നത് തന്നെ ഈ കേസുമായി മുന്നോട്ട് വരാൻ ഇവർ മടിക്കും. കാരണം തങ്ങളുടെ നാണക്കേട് ഭയന്ന് ഇവർ കേസുമായി മുന്നോട്ട് വരാൻ പല സംഭവത്തിലും ഭയക്കുന്നു എന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ആൾക്കാരെ, അതായത് സമൂഹത്തിൽ ഉന്നതരായുള്ള സാമ്പത്തികമായി ഉന്നത നിലയിലുള്ള ആൾക്കാരെ പിടിക്കുന്നത്. ഇവരെ പിടിച്ച് ഇത്തരത്തിൽ സ്വർണം ഇരട്ടിപ്പിക്കാമെന്നും ഒക്കെ പറഞ്ഞാണ് ഈ തട്ടിപ്പ് നടത്തുന്നത്. വലിയ തോതിൽ ഈ മന്ത്രവാദത്തിന്റെയും ഇത്തരത്തിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞാണ്, ആത്മീയതയുടെ ഒക്കെ മറവിലാണ് തട്ടിപ്പെടുന്നത്. നമുക്കറിയാം, ഒരു ഭാഗത്ത് ഓൺലൈൻ ട്രേഡിംഗും മറ്റുമായി വലിയ തോതിൽ സൈബർ തട്ടിപ്പ് നടക്കുന്നു. അതിനു പുറമെയാണ് ഇത്തരത്തിൽ മന്ത്രവാദത്തിന്റെയും മറ്റും പേരിലും വലിയ ചൂഷണം നടക്കുന്നത്. എന്തായാലും വലിയ ബോധവൽക്കരണം ഇതിനൊക്കെ വേണമെന്നൊരു ആവശ്യം തന്നെയാണ് ഉയരുന്നത്. പലരും സാധാരണക്കാരായ ആളുകളും അത് ഇതിൽ തീർച്ചയായും സൂചിപ്പിച്ചതുപോലെ പല രീതിയിലുള്ള തട്ടിപ്പ്, സമീപകാലത്ത് ഓൺലൈൻ തട്ടിപ്പുകളൊക്കെ വർദ്ധിക്കുന്നുണ്ട്. പക്ഷേ പണ്ട് മുതലേ നമ്മൾ കേൾക്കാറുള്ളതാണ് ഈ ആത്മീയതയുടെ പേരിലുള്ള തട്ടിപ്പ്. പക്ഷേ ഈ ജിന്നമ്മയുടെ കേസ് പുറത്തു വന്നത് ഒരു കൊലപാതകത്തിന് ശേഷമാണ്. പ്രവാസി വ്യവസായി അബ്ദുൽ ഗഫൂർ ഹാജിയുടെ കൊലപാതകത്തിന് ശേഷമാണ് ജിന്നമ്മയുടെ തട്ടിപ്പ് പുറം ലോകം അറിയുന്നത്. പക്ഷെ ഇവിടെ അത്തരം ഒരു അനിഷ്ട സംഭവമൊന്നും ഉണ്ടായില്ലെങ്കിൽ പോലും ഈ മൂന്നാം കണ്ടം തട്ടിപ്പിന് പിന്നിൽ പല രീതിയിലുള്ള ദുരൂഹതകളൊക്കെ നമ്മൾ സംശയിക്കണം. കാരണം ഏത് രീതിയിലാണ് ഇവർ തട്ടിപ്പ് നടത്തിയത്, ആരൊക്കെയാണ് ലക്ഷ്യമിട്ടത്, ഇതിന് പിന്നിൽ കൂടുതൽ ആളുകളുണ്ടോ, കൂടുതൽ പ്രമുഖരുണ്ടോ, അക്കാര്യങ്ങളിലേക്കൊക്കെ അന്വേഷണം നീങ്ങേണ്ടതല്ലേ ബൈജു? തീർച്ചയായും ടോമെ, കാസർകോട്ടെ ജിന്നുമ്മയുടെ കഥ വന്നാൽ അത് സാമ്പത്തികമായി ഉന്നതത്തിലുള്ള ആൾക്കാരെയാണ് ഇവർ ഇത്തരത്തിൽ കബളിപ്പിച്ചിട്ടുള്ളതെങ്കിൽ കണ്ണൂരിലെ കേസ് വിഭിന്നമാണ്, തികച്ചും വ്യത്യസ്തമാണ്. കാരണം സാധാരണക്കാരായ ആളുകളെയാണ് ഇവർ ഇതിൽ ഈ കെണിയിൽ വീഴ്ത്തിയിരിക്കുന്നത്. അത് 13,000, 14,000, 15,000 രൂപയൊക്കെ ഒരു രജിസ്ട്രേഷൻ ഫീസ്, ആ ഫീസ് വാങ്ങി ഇത്തരത്തിൽ ക്ലാസ് എടുത്തു കൊടുക്കുമെന്നാണ് പറയുന്നത്. ആ ക്ലാസ് കഴിയുന്നതോടുകൂടി ഇവർക്ക് വലിയ തോതിലുള്ള മൂന്നാം കണ്ണ് എന്ന് പറയുന്ന തേർഡ് ഐ എന്നൊക്കെ നമ്മൾ പറയാറില്ല, അത്തരം ഒരു സിദ്ധി കൈവരും. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവർക്ക്, അതുപോലെ തന്നെ സാമ്പത്തികമായി കടബാധ്യത ഉള്ളവർക്ക് അവർക്ക് അതിൽ നിന്ന് മോചനം, ഇങ്ങനെയൊക്കെ പലതരത്തിലുള്ള വാഗ്ദാനങ്ങൾ നൽകി ഇപ്പോഴും ഇത്തരത്തിൽ നമ്മൾ സമൂഹത്തിനിടയിൽ വഞ്ചിക്കപ്പെടാൻ കഴിയുന്നുണ്ട് എന്ന് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനം. നിരവധി വാർത്തകളാണ് ഇത്തരത്തിൽ പുറത്തു വരുന്നത്. എന്നിട്ടും ഇത്തരം സംഘങ്ങൾക്ക് ആളുകളെ കെണിയിൽ വീഴ്ത്താൻ കഴിയുന്നു എന്ന് എടുത്താണ് ഈ പോലീസും പറയുന്നത്. ഇതിൽ ഇവർ അത്രത്തോളം വിശ്വസനീയമായ കാര്യങ്ങളാണ് ഈ സാധാരണക്കാരായ ആളുകളെ ഇവർ വിശ്വസിപ്പിച്ചിരുന്നത്. ഹിമാലയത്തിൽ പോയി 100ഓളം ഇത്തരത്തിൽ ഗുരുക്കന്മാരുടെ അടുക്കൽ നിന്നും സിദ്ധി നേടി, തനിക്ക് വലിയ തോതിലുള്ള ആ ഒരു സിദ്ധി നേടിയതിനു ശേഷമാണ് ഇങ്ങനെ ഇവർക്ക് ഇത് ചെയ്തു കൊടുക്കുന്നതൊക്കെ പറയുന്നു. അത്തരത്തിൽ ഇത് വിശ്വസിപ്പിക്കാൻ കഴിയുന്നുണ്ട് ഇപ്പോഴും എന്നതാണ് നമുക്ക് ഏറെ ആശ്ചര്യമായി തോന്നുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച് പോലീസ് വലിയ തോതിലുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മറ്റ് ജില്ലകളിലേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിക്കേണ്ടത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മലപ്പുറം ഒഴികെ 13 ജില്ലകളിലും ഇത്തരത്തിൽ നിരവധി പേർ കബളിക്കപ്പെട്ടിട്ടുണ്ട്. ഏതായാലും ഇത് പരാതിയുമായി കൂടുതൽ പേർ രംഗത്ത് വന്നാൽ മാത്രമേ പോലീസിന് ഇത് സംബന്ധിച്ച് കൃത്യമായ അന്വേഷണം നടത്താൻ പറ്റൂ. ഏതായാലും നിലവിൽ ഒരാൾ മാത്രമാണ് ഇപ്പോൾ പരാതി നൽകിയിട്ടുള്ളത്. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഡോക്ടർ അഷ്റഫ് ഉൾപ്പെടെ 6 പേർക്കെതിരെ കേസ് എടുത്തിരിക്കുന്നത്. ഇവരെ കസ്റ്റഡിയിലെടുത്ത് കൂടുതൽ ചോദ്യം ചെയ്ത് ഏതൊക്കെ രീതിയിൽ മറ്റ് രീതിയിലുള്ള തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ടോ എന്ന കാര്യങ്ങളൊക്കെ ഏതായാലും പോലീസ് മനസ്സിലാക്കും. ഏതായാലും നിലവിൽ 12 കോടിയോളം രൂപയുടെ തട്ടിപ്പുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്തരത്തിൽ ഇവർ മാസങ്ങളായി നടത്തിയ ഈ ഒരു പരിപാടിയിലൂടെ വലിയ രീതിയിൽ 12 കോടിയുടെ തട്ടിപ്പ് ഈ മൂന്നാം കണ്ണ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട്. വിശ്വാസത്തിന്റെ മറവില്, അന്ധവിശ്വാസത്തിന്റെ മറവിൽ തട്ടിപ്പ് നടത്തിയിട്ടുള്ള പുതിയൊരു കേസാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്.